ചെറിയ ഡെമോൺസ്ട്രേഷൻ ആണ്. ഒരു 3 ട്യൂബ് എടുക്കുന്ന പവറാണ് ഇത് കാണിക്കുന്നത്. 2 ട്യൂബിന് പവറാണ് 0.7 ആംസ്. പവർ കുറയ്ക്കുന്നതാണ്. 2 ട്യൂബ് കുറയ്ക്കാൻ വേണ്ടി പവറിന്റെ ആവശ്യം വരും. ബാക്കി വരുന്ന എക്സസൈസ് പോകുന്നതോടാണ്. ഏത് റേറ്റിംഗിനാണ് ഈ സംഭവം വെച്ചാൽ മതിയോ? ഏത് നമുക്ക് സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് ഏതെങ്കിലും പ്ലഗിൽ കൊടുത്താൽ മതി. 10 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം. അതായത് 24 മണിക്കൂർ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ 87,500 വർക്കിംഗ് ഹവേഴ്സ്. ടെലിവിഷൻ തൊട്ട് എയർ കണ്ടീഷൻ വരെ എല്ലാം AC ആണെങ്കിൽ 1 ടണ്ണാണെങ്കിൽ 3, 1.5 ടണ്ണാണെങ്കിൽ 2. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് സേവിങ്സ് കുറയുന്ന മാത്രം. വീട്ടിലാണെങ്കിൽ ഇത് എവിടെ പ്ലഗ് ചെയ്യേണ്ടത്? നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് വീട്ടില്. ഇപ്പൊ നമുക്ക് ഇൻവെർട്ടർ വരാത്തൊരു പ്ലഗിൽ കൊടുത്ത് ഓൺ ഇട്ടാൽ മതി. കാരണം ഇൻവെർട്ടർ വെക്കുന്ന മുമ്പ് കറണ്ട് ബില്ല് കുറവായിരിക്കും പോകുന്നുണ്ടാവും. ഇൻവെർട്ടർ വെച്ച ശേഷം കൂടി ഉണ്ടാവും അല്ലേ. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് മുമ്പ് ഇത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബാറ്ററി കറണ്ട് നമുക്ക് മീറ്റർ റീഡിങ്ങിൽ വരില്ല. അതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടർ വരാത്ത പ്ലഗിൽ കൊടുത്തിട്ട് ഫുൾ ടൈം ഓണിൽ ഇട്ടാൽ മതി. ഉപയോഗിച്ച് നോക്കിയിട്ട് കറണ്ട് ബില്ല് കുറഞ്ഞില്ലെങ്കിൽ ഉപയോഗിക്കുന്ന മുമ്പുള്ള കറണ്ട് ബില്ലിന്റെ കോപ്പി, അതിന് ശേഷമുള്ള കറണ്ട് ബില്ലിന്റെ കോപ്പി ഇതിനൊക്കെ എമൗണ്ട് റീഫണ്ട് ആണ്. 6 വർഷം സർവീസ് ഉണ്ട്. 12 വർഷമായിട്ട് കൊടുത്തിട്ടുണ്ട്. സർജ് പ്രൊട്ടക്ഷനിലുണ്ട്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. സ്റ്റഡിക്കാത്ത മാത്രമേ. റേറ്റിംഗ് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ 3 kV മുകളിലേക്ക് വേറെ ഉണ്ടോ? ഇല്ല, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ നോർമലായിട്ട് ഒരു വീട്ടിലേക്ക് സാധാരണ 3 kV ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ 6 kV ആവും. ഇപ്പൊ സോളാർ വാങ്ങിക്കുന്ന ആൾക്കാർ ഇത് ഉപയോഗിച്ചില്ല. കാരണം സോളാർ ഉപയോഗിക്കുന്നത് പാനലിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരില്ല. അപ്പൊ അവര് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ.